വർഷ പോയി. ആ അവള് ഇപ്പൊ പോയതേ ഉള്ളൂ. എങ്കിലേ വിനുവേട്ടൻ ഒരു കാര്യം ചെയ്യും, ആ ഇടവഴി ചെല്ല്. ഇടവഴി 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 അതുവഴി വൈനിക്കട ജംഗ്ഷനിൽ എത്തുമ്പോ വിനുവേട്ടന് അവരുടെ മുന്നിലെത്താൻ പറ്റും. ഏട്ടാ വണ്ടി നിർത്ത്. വിനുവേട്ടൻ എന്തു പറ്റി വിനുവേട്ടാ? എന്താ വിനുവേട്ടാ ഇതില്? ഇന്നലെ ഗണപതി അമ്പലത്തിൽ നിന്ന് വാങ്ങി വെച്ച ഉണ്ണിയപ്പാണെന്നാണോ? എന്തിനാ വിനുവേട്ടാ ഇത്? വിനുവേട്ടൻ പറഞ്ഞത് ഏട്ടന് മനസ്സിലായോ? ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം നേർച്ച നടത്തിയ ഉണ്ണിയപ്പാത്ര. ഞാൻ കഴിച്ചോളാം വിനുവേട്ടാ. ശരി എന്നാ. ഞാനും വന്ദനേച്ചിന്ന് വെച്ചാ ജീവൻ വിനുവേട്ടന്. ഞങ്ങളെ എന്തിഷ്ടമാണെന്നറിയോ? ഈ അടുത്ത കാലത്ത് പോലും എനിക്ക് മുടി ചീവി തരുന്നതും പിന്നിട്ട് തരുന്നതും ഒക്കെ വിനുവേട്ടനായിരുന്നു. എന്നാ സ്വന്തം ഏട്ടന്മാരെക്കാളും ഇഷ്ടം ഞങ്ങൾക്ക് വിനുവേട്ടനോടാ. നല്ല രുചിയുണ്ട്. ഏട്ടന് വേണം ഉണ്ണിയപ്പം. മുത്തശ്ശി വിനുവേട്ടനെ കുറിച്ച് പറയുന്നത് കളഞ്ഞു കിട്ടിയ തങ്കം എന്നാ. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടുത്തെ നേർച്ച ഉണ്ണിയപ്പാ. വളരെ വിശേഷപ്പെട്ടതാ. വിനുവേട്ടൻ എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി നേർന്ന വഴിപാടാ. നല്ല ഉണ്ണിയപ്പാ. ഏട്ടൻ കഴിക്കേ. വേണമെന്നില്ല, ഞാനിപ്പോ ഒന്നും കഴിച്ചല്ലേ ഉള്ളൂ. കഴിക്കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് തന്നെ. ഇത് മുഴുവനും കഴിക്കാൻ പോവാണോ? എന്തായിട്ടായി കാണിച്ചത്? വല്ലവന്മാരും അവന്റെ എച്ചി കൈ കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പൊന്നും നീ കഴിക്കണ്ട. അതിന് വിനുവേട്ടൻ ഉണ്ടാക്കിയതൊന്നും അല്ല. എങ്കിലും അവൻ കൈ കൊണ്ട് തൊട്ടതല്ലേ, അത് നീ കഴിക്കണ്ട. എന്റെ ഭാര്യ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ?
വർഷ, ഐ ലവ് യു. എന്റെ മോളെ സൂക്ഷിച്ചോണേ. അവൾ ഇനിയും വരും, എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കും. മോള് ധൈര്യമായിട്ട് പോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വന്ദനമ്മ പോയിട്ട് വരട്ടെ മോളെ. പോട്ടെ മോളെ. മോളെന്താ ഒന്നും മിണ്ടാത്തെ? എന്നെയും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ വന്ദനാമ്മേ? പറ്റില്ലെങ്കിൽ വേണ്ട വന്ദനാമ്മേ. മോളെ, അച്ഛമ്മയില്ലേ മോൾക്ക്? ദിയമ്മൾക്ക് വന്ദനാമ്മേ വേണം. മോൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വന്ദനാമ്മയുടെ കൂടെ പോകണം, അത്രയല്ലേ ഉള്ളൂ. മോള് വാ, നമുക്ക് പോവാം. അല്ല മോനെ, നിന്റെ നല്ല മനസ്സെനിക്ക് മനസ്സിലാവും. പക്ഷേ ദിയമോളെയും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാ അവിടെ എന്ത് നടക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വന്ദനെ തന്നെ അവിടെ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയാൽ വലിയ പ്രശ്നമാവും മോനെ. ആ ഒരു ഭാര്യയുടെ മനസ്സിന്റെ സന്തോഷം നോക്കേണ്ടത് ഒരു ഭർത്താവിന്റെ കടമയാണ്. ഇവിടെ നിന്നിപ്പോ ഞാൻ ഈ കുഞ്ഞിന്റെ മനസ്സും വേദനിപ്പിച്ച് ഞാൻ വന്ദനയെ ഇവിടുന്ന് കൊണ്ടുപോയാ തകർന്ന മനസ്സുമായിട്ട് ഈ കുഞ്ഞിവിടെയും തകർന്ന മനസ്സുമായിട്ട് വന്ദന അവിടെയും കഴിയും. അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം അമ്മേ? ഇപ്പം ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ദൈവമോളെ കൂട്ടിയിട്ട് പോകുന്നുള്ളൂ. മോനെ, അത് അച്ഛാ, സ്ഥിരമായിട്ട് കൊണ്ടുപോകുകയല്ലോ. ഇപ്പം ഞാൻ മോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ ആകാശം ഇടിഞ്ഞു വീണാലും അത് എനിക്കൊരു വിഷയമേ അല്ല. വന്ദനെ, മോളെ എടുക്ക്. എന്നാ പോവാം. ശരി അച്ഛൻ. വല്ലവന്മാരെ അവന്റെ എച്ചി കൈ കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പൊന്നും നീ കഴിക്കണ്ട. എന്റെ വർഷേ,
എന്തൊക്കെ മീറ്റിങ്ങുകൾ മാറ്റി വെച്ചിട്ടാ ഞാൻ ഇന്ന് പൂജാ ചടങ്ങിന് വന്നതെന്നറിയോ? എന്താ കാരണം? എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സന്തോഷം. നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ എന്തിനാ കരയുന്നേ? നിനക്കെന്താ വിഷമം? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ലേ? പിന്നെ എന്തിനാ നിന്റെ കണ്ണു നിറഞ്ഞത്? എന്തോ കാര്യമുണ്ട്, പറയേ. ദേ, നമ്മൾ തമ്മിലൊന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. ദുഃഖമായാലും സന്തോഷമായാലും നമ്മൾ പരസ്പരം പങ്കുവെക്കണം. മോളെ, അമ്മയോട് ചോദിക്കേ, അമ്മയ്ക്ക് എന്താ സങ്കടമെന്ന്. ആ ദേ, നമ്മുടെ കുഞ്ഞു പറഞ്ഞു അച്ഛനോട് കാര്യം പറയാം. ഏട്ടാ, നമ്മുടെ വിനുവേട്ടൻ പാവമല്ലേ? ആ വിനുവേട്ടൻ എന്ത് സ്നേഹത്തോടെയാ എനിക്ക് ഉണ്ണിയപ്പം തന്നത്. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരങ്ങളെക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളാ വിനുവേട്ടൻ. ഞാനെന്ന് വെച്ചാ ആ മിണ്ടാപ്പാവത്തിന് ജീവനാ. പാവം എന്റെ വിനുവേട്ടൻ. ഏട്ടനോട് എന്ത് ദ്രോഹാ ചെയ്തത്? വിനുവേട്ടൻ പാവമല്ലേ? ഓ, ഇതാണോ കാര്യം? നിന്റെ വിനുവേട്ടൻ പാവല്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. നിന്റെ വിനുവേട്ടൻ എന്നെ പോലെ ആരുമില്ലാത്ത ഒരു പാവ അനാഥൻ. പോരാത്തതിന് ഒരു ഊമേ. എനിക്ക് ആ പാവത്തിനോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. ഇഷ്ടവും സഹതാപവും മാത്രമേ ഉള്ളൂ. പിന്നെന്തിനാ ഏട്ടൻ വിനുവേട്ടൻ തന്ന ഉണ്ണിയപ്പം വലിച്ചെറിഞ്ഞത്? ഓ, അതോ? അത് പറയാം. പക്ഷേ നിന്റെ വിനുവേട്ടനാണെങ്കിലും പ്രകാശനാണെങ്കിലും അതല്ല ഇനി മനോജാണെങ്കിലും ആരാണെങ്കിലും നിന്റെ അധികമായിട്ട് സ്നേഹിക്കുന്ന എനിക്കിഷ്ടമല്ല. അവര് നിന്നെ സ്നേഹിക്കുന്ന മാത്രമല്ല, നീ അവരെ സ്നേഹിക്കുന്നതും എനിക്കിഷ്ടമല്ല. നിന്നെ സ്നേഹിക്കാനേ ഞാനുണ്ട്. ഞാൻ മാത്രം നിന്നെ സ്നേഹിച്ചാൽ മതി. നീ എന്നെ. എന്റെ സ്നേഹം മുഴുവൻ നിനക്കും, നിന്റെ സ്നേഹം മുഴുവൻ എനിക്കും. അവിടെ മൂന്നാമതൊരാള് വേണ്ട. കരയാതെ. കരയല്ലേ? റിലാക്സ്, റിലാക്സ്. ഓ, സാരമില്ല കേട്ടോ. പോട്ടെ പോട്ടെ, കരയണ്ട, പോട്ടെ. വന്നിട്ടുണ്ട് മാതൃകാ ദമ്പതികളും. അയ്യോ, മാതൃകാ ദമ്പതികൾ മാത്രമല്ല, ജനന് കിട്ടിയ സ്ത്രീധനവും ഉണ്ട്. ആരോ ഉണ്ടാക്കിയ കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന ഉണ്ണാക്കൻ. ഹരിതാണ്ടി, മാറി നിൽക്കങ്ങോട്ട്. വിട്, എനിക്ക് ഹരിതാണ്ടിയുടെ അടുത്ത് പോണം. ഒരു ഹരിത ആന്റി ഇല്ല. അല്ലെങ്കിൽ തന്നെ ഏതർത്ഥത്തിലാ ഹരിത നിന്റെ ആന്റി ആവുന്നത്? ഏട്ടത്തി, മോളെ വിട്. അങ്കിള്, ഹരിതാണ്ടി. മോള് കണ്ടില്ലേ, ഹരിതാൻറ്റിക്ക് മോളെ ഓർമ്മയില്ല. മോളെ മാത്രമല്ല, ഹരിതാൻറ്റിക്ക് ഈടെയായിട്ട് ആരും ഓർമ്മയില്ല. സ്വയം മറന്ന് നടക്കുക ഇപ്പോ. അല്ല ഹരിതേ, ഞാൻ അതല്ല ആലോചിക്കുന്നത്.
അഷ്ടയ്ക്ക് വകയില്ലാത്ത എല്ലാത്തിനെയും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഇതെന്താ വല്ല സത്രമാണോ? അല്ല, അറിയാൻ പറ്റില്ല. അച്ഛനൊരു പൊതുപ്രവർത്തകനല്ലേ? ഇനി ഗേറ്റിന് മുന്നില് അനാഥാലയം എന്ന് വല്ല ബോർഡും വെച്ചിട്ടുണ്ടോ? മോളെ വാ, നമുക്ക് അകത്തേക്ക് പോവാം. പോകാൻ വരട്ടെ. ജഡ, വിദ്യയെടുത്തേക്ക് ഒരു സംശയം. ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകാവോ? വിദ്യയെടുത്ത് ചോദിക്കേ. അല്ല, നീ വലിയ പൊതുപ്രവർത്തകനൊക്കെ ആണല്ലോ. ചിലപ്പോ നാളെ MLA യോ മന്ത്രിയോ ഒക്കെ ആകേണ്ടവൻ. നാലാൾ അറിയുന്ന നീ ഇങ്ങനെ പോകുമ്പോ ആളുകൾ എന്തെങ്കിലും വിചാരിക്കില്ലേ? എങ്ങനെ പോകുമ്പോ ആളുകൾ എന്ത് വിചാരിക്കില്ലെന്ന്? നീയും ഭാര്യയും പോകുന്നതൊക്കെ. കൂടെ ഒരു കുട്ടിയെ കൂടി കാണുമ്പോ നമ്മുടെ നാട്ടുകാരല്ലേ, നാവിന് ഇല്ലില്ലാത്തതുകൊണ്ട് എന്തും വിളി. എന്തിനാവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോയത്? ചിലതൊക്കെ ചോദിച്ചു വാങ്ങുന്നല്ലേ വന്നത്. മോളിതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. വന്ദനേ, വാ. പോകുന്നത് കണ്ടില്ലേ, മോശം. എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് അവളുടെ ദത്തപുത്രിയായിട്ട് വന്നിരിക്കുക. പോട്ടെ, വേണ്ടി വന്ന ഞാനൊരു അരക്കിലും തീർക്കും. എന്നിട്ട് എല്ലാത്തിനെയും ചേർത്ത് കത്തിക്കും ഞാൻ. നീ വാ ഇങ്ങോട്ട്. അപ്പച്ചി, എന്താടി ആന കരിമ്പ് കാട്ടി കയറി വരുന്ന പോലെയാണോ മുറിക്കുള്ളിലേക്ക് കയറി വരുന്നേ? അത് അപ്പച്ചി, ഒരു മുറിക്കുള്ളിലേക്ക് കയറി വരുമ്പോ പാലിക്കാനുള്ള സാമാന്യ മര്യാദയുണ്ട്. കയറിക്കോട്ടെ എന്നുള്ള അനുവാദം ചോദിക്കണം. അത് അപ്പച്ചി. ഒരപ്പച്ചിയില്ല. അത് പോട്ടെ, എന്താ രണ്ടും കൂടെ കാടളക്കി കൊണ്ട് വന്നത്? അപ്പച്ചി, ആ ജഗൻ അവളെയും കൂടി വന്നു. ആരെ? ആ വന്ദനയും കൂടി ജഗൻ വന്ന കാര്യം പറയുന്നേ. വന്ദനെ അവിടെ നിർത്തിയിട്ട് വരണമെന്നല്ലേ അപ്പച്ചി പറഞ്ഞത്? വന്ദനെ അവിടെ നിർത്തിയില്ല. അത് പോട്ടെ, ഒരു കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നിരിക്കോ ഇപ്പോ? കുഞ്ഞിനെയോ? അതെ അപ്പച്ചി. അതപ്പച്ചിക്ക് അറിയില്ലല്ലേ? ഈ വന്ദനയുടെ കല്യാണം മുൻപ് ഒരുത്തനുമായിട്ട് ഉറപ്പിച്ചതാ, ഒരു രണ്ടാം കെട്ടുകാര്. എന്തായിരുന്നു അയാളുടെ പേര്? രാജീവ് മേനോൻ. ആ, അതും ഒരു കഥയാ. വലിയൊരു പണക്കാരനായിരുന്നു ഈ രാജീവ് മേനോൻ. ഇവൾ അയാളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫായിരുന്നു. ഒടുവില് കണ്ണും കലാശവും ഒക്കെ കാണിച്ച് ഇവൾ അയാളെ മയക്കിയെടുത്തു. അയാൾക്ക് ആദ്യ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ ഭാര്യ മരിച്ചുപോയതാ. ഇരുവരും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. എന്നിട്ടെന്താ, ജാതകദോഷക്കാരിയായ ഇവളെ കെട്ടാൻ വന്ന രാജീവ് മേനോനും അമ്മയും മുഹൂർത്ത സമയത്ത് തന്നെ കാറിടിച്ച് ചത്തു.